മക്കയിലോട്ട് അടുക്കുന്തോറും വഴിയരികിൽ കണ്ട സുഹൃത്തുക്കൾ ഓരോരുത്തരും എവിടേക്കാണ്? മക്കയിലേക്കാണ് ഇസ്ലാം സ്വീകരിക്കാൻ. സ്വീകരിച്ചോ കുഴപ്പമില്ല, പക്ഷേ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ പലിശ വാങ്ങിക്കാൻ കഴിയില്ല. അയാൾ പറഞ്ഞു, പലിശ എന്ന എന്റെ ദുസ്വഭാവത്തെ ഞാൻ വിട്ടൊഴിയാൻ പോവുകയാണ്, എനിക്ക് പ്രശ്നമില്ല. കഅബാലയത്തിന്റെ മുറ്റത്തോടടുക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അത്ര എവിടേക്കാണ്? മുസ്ലിം ആവാൻ പോകുന്നു. മുസ്ലിമായാൽ പിന്നെ വ്യഭിചരിക്കാൻ കഴിയില്ല. അയാൾ എപ്പോഴും പറഞ്ഞു, അത്ര വ്യഭിചാരം എന്ന് പറയുന്ന എന്റെ സ്വഭാവം ഞാൻ വിട്ടൊഴിയാൻ പോവുകയാണ്. ഇന്നലെ വരെ പാതിരാവിന്റെ നിശബ്ദതകളിൽ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ സുന്ദരി പെണ്ണുങ്ങളെ കൈപിടിച്ചിട്ട് നഗ്നനൃത്തം ചവിട്ടിയ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഇനി മുതൽ എനിക്ക് അന്യപെണ്ണുമായിട്ടൊരു ബന്ധം വേണ്ട. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് അടുക്കാനെടുത്തപ്പോ ഒരാള് പറഞ്ഞു, പത്രേ നീ എവിടേക്ക് പോകുന്നു? ഞാൻ മുസ്ലിം ആവാൻ പോകുന്നു. ആ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, പത്രേ മുസ്ലിമായിക്കോ, പക്ഷേ കുഴപ്പമില്ല, മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ല. അതേവരെ തന്നെ മുമ്പിൽ തടസ്സവാദവുമായി നിന്ന് സതീർത്ഥരായ സുഹൃത്തുക്കളോട് പലതും പറഞ്ഞ് ഉപേക്ഷിക്കാൻ പോയ ഈ മനുഷ്യൻ തന്റെ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വെച്ചിട്ട് ചോദിച്ചു, പത്രേ സത്യമാണോ പറയുന്നത്? മുസ്ലിമായാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ലേ? അയാൾ പറഞ്ഞ മറുപടി, ഇല്ല, മദ്യപാനം നിഷിദ്ധമാണ് ഇസ്ലാമിൽ, എന്നാൽ ഞാൻ മുസ്ലിം ആവാൻ പോകുന്നില്ല. ഏതൊക്കെ ദുസ്വഭാവങ്ങൾ ഒഴിവാക്കിയാലും മദ്യപാനം എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചുപോയ ഒരു കഥ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെണ്ണിനേക്കാളേറെ ലഹരി തലക്ക് പിടിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിവർത്തനവുമായി വന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്ന കാര്യം. ഞാനിത് പറയുന്നത് ഒരു സമകാലിക സംഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. പെണ്ണൊഴിവാക്കാൻ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി പലിശ ഒഴിവാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ വികാരങ്ങളെ, വിവേകത്തെ കീഴ്പ്പെടുത്തി കളയുന്ന, ജീവിതത്തിലുടനീളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായി കരുതി വെച്ചിരുന്ന മദ്യത്തെ ഒഴിവാക്കാൻ കഴിയാതിരുന്നൊരു സമൂഹത്തിന് പരിവർത്തനം നടത്തുവാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നത്. ആ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ മദ്യപാനവും ചൂതാട്ടവും ഒക്കെ പൈശാചികമായ ദുർബോധനങ്ങളാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഉണർന്ന് പ്രവർത്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ, എന്തുകൊണ്ടാണ് മദ്യപാനത്തിന് നിങ്ങൾ വിരാമമിടാത്തത് എന്ന് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്നപ്പോ അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറായിരുന്ന തന്റെ വീടുകളുടെ ഉള്ളിൽ മദ്യത്തിന്റെ ബാരലുകളെ ശേഖരിച്ചു വെച്ചിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ മദ്യക്കച്ചവടക്കാരന് നിർത്താൻ സമയമായില്ലേ എന്ന ഒരൊറ്റ ആയത്തിറങ്ങിയപ്പോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ തന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മദ്യത്തിന്റെ ബാരലുകൾ മദീന നഗരത്തിലേക്ക് മറിച്ചിട്ട് മദീനയുടെ തെരുവോരങ്ങളിൽ മുഴുവനും മദ്യത്തിന്റെ ചാലുകൾ ഒഴുകിത്തെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തോട്ട് വന്നിട്ട്, നബിയേ ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഇതാ ഞങ്ങൾ നിർത്തി നബിയേ, ഇതാ ഞങ്ങൾ നിർത്തി നബിയേ, ഇനി ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മദീനയിലെ പള്ളിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നേതാവിന്റെ ശബ്ദം മുടങ്ങി, മനുഷ്യരിവ ഖംറൻ മുസ്കിറൻ മുസ്തഖില്ലൻ ലഹു ബഅദ തഹ്രീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരാൾ മദ്യപിച്ചു, അവന് മദ്യപാനത്തിന്റെ ലഹരിയുടെ ശീലമുണ്ടായിരുന്നു, വലം യതുബ്, അവൻ പശ്ചാത്തപിച്ചില്ല, വലം യൻസ, മദ്യപാനത്തിൽ അവൻ മാറി നിന്നില്ല, എന്നാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്റെ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഇല്ല, വലാ അന മിൻഹു യൗമൽ ഖിയാമ, ഞാനും അവനും തമ്മിൽ പരലോകത്തൊരു ബന്ധമില്ലെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം വരുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. മദീനയുടെ മണൽത്തരിയിൽ രണ്ട് വിരലുകൾ തൊണ്ടയിലോട്ട് കുത്തിക്കയറ്റി ഒരു ചെറുപ്പക്കാരൻ ഛർദ്ദിക്കുകയാണ്. ആരോ ചോദിച്ചു, എന്ത് പറ്റി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടില്ലേ, മദ്യപാനിക്ക് പ്രവാചകനുമായി ബന്ധമില്ലെന്ന്. ആ പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അകത്താക്കിയ മദ്യം എന്റെ കൈ വിരലുകൾ കൊണ്ട് കുത്തിയിട്ട് ഞാൻ വെളിയിലേക്ക് ഛർദ്ദിക്കുകയാണ് എന്ന് പറഞ്ഞ പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അസുരതയുടെയും അനാവശ്യത്തിന്റെയും അശ്ലീലതയുടെയും അനാചാരത്തിന്റെയും അടയാളമാറിയ ഒരു അസുര ജനത ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോ, പരിവർത്തനത്തിന്റെ ശബ്ദം മുടങ്ങിയപ്പോ, പിന്നീട് ലോക ചരിത്രത്തിൽ
ജീവിതത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചു നിർത്തിയ മഹാപ്രതിഭകളായി മാറിയിരുന്നുവെങ്കിൽ ഒരു സമൂഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വഴികേടിന്റെയും അവരുടെ അനാചാരത്തിന്റെയും അവരുടെ അശ്ലീലതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിഹിതമായ ഉദാഹരണമായിട്ടാണ് ഖുർആൻ ലഹരിയെ പരിചയപ്പെടുത്തുന്നത്. അത് മദ്യമാകട്ടെ, കഞ്ചാവാകട്ടെ, ലഹരിയുടെ വിവിധമായ പദാർത്ഥങ്ങളാകട്ടെ, കുല്ലു മുസ്കിരിൻ ഹറാം. ഒരു പൊതുവായ ധാരണയുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം. ഏതൊരു സാധനം നിന്റെ വായിലേക്ക് ഒഴിക്കുന്നുവോ അത് ഒഴിക്കുന്നതാകട്ടെ, വെക്കുന്നതാകട്ടെ, നാക്കിന്റെ അടിയിൽ വെക്കുന്നതാകട്ടെ, നാവിന് കുത്തിവെക്കുന്നതാവട്ടെ, കുല്ലു മുസ്കിരിൻ ഹറാം. നിന്റെ സാമാന്യ ബുദ്ധിയെ ബാധിക്കുന്നതാണോ എന്നാൽ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. അത് പാൻപരാഗാകട്ടെ, ഗഞ്ചാവാകട്ടെ, വീര്യമേറിയ കോളകളാവട്ടെ, ഏതുമാകട്ടെ, നിന്റെ സാമാന്യ ബുദ്ധിയുടെ ബാലൻസ് തെറ്റിക്കുന്നതാണെങ്കിൽ അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേക്കൂത്തുകൾ ഇതായിരുന്നു. മദ്യപാനം ഒരു സമൂഹത്തെ എങ്ങനെയാണ് തലയ്ക്ക് പിടിച്ചത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവാലയത്തിന്റെ മത്താഫിലിടുന്ന ഖുർആൻ ഓതിയിട്ട് മക്കക്കാരെ, ചെറുപ്പക്കാരെ നന്നാവണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ എതിരി നിന്നിട്ട് കൈവാലയത്തിന്റെ ഭിത്തിയിലേക്ക് കാല് ചാരി വെച്ച്, മുഹമ്മദേ, നീ ആരെയാണ് നന്നാക്കാൻ ശ്രമിക്കുന്നത്? ആരോടാണ് നീ വഅദ് പറയുന്നത്? ഞങ്ങൾ ആരെന്നറിയോ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ നേരെ കൈയെത്തിയിട്ടവര് പറഞ്ഞതാണ്, അഹ്യാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാന. ഇതുപോലെ പറഞ്ഞൊരു ചെറുപ്പക്കാരി ലോകത്തുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാവണേ, പള്ളിയിലൊക്കെ വരണേ എന്ന് വഅദ് പറഞ്ഞപ്പോ ആ മക്കയിലെ ചെറുപ്പക്കാർ അവര് പ്രവാചകന്റെ നേരെ പറഞ്ഞ വാക്കാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആരെയാണ് വഅദ് പറഞ്ഞിട്ട് നന്നാക്കാൻ പോണത്? ഞങ്ങൾ ആരാന്നറിയാവോ? അഹ്യാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാന. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയായിട്ടിരിക്കുമ്പോ ഞങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങളുടെ സഹോദരിമാരെ നടന്നു പോകുമ്പോ അന്ന് വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം സഹോദരിയെ കിടപ്പറയിൽ കൊണ്ടുപോയി വ്യഭിചരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, എന്റെ പെങ്ങളെ ഞാൻ ഇന്നലെ എന്റെ കിടപ്പറയിൽ കിടത്തിയെന്ന് കൈവാലയത്തിന് മുമ്പിൽ വെച്ച് പരസ്യമായി പറയാൻ ഉളുപ്പില്ലായിരുന്ന ഒരു ജനതയായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ജനത. ലഹരി അവരുടെ തലക്ക് പിടിച്ചപ്പോ ഈ ഒരു ചരിത്രം എന്താ നമ്മൾ പറയുന്നത്? ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ മുമ്പിലൂടെ പോകുന്നത് പെങ്ങളാണോ എന്നൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. ഇത് ആദ്യമായിട്ട് ഇത് പറഞ്ഞത് മക്കക്കാരാണ്. 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലഘട്ടക്കാർ, ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞ്, ഞാൻ പറയണ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഞാൻ എങ്ങോട്ടാ വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ആദ്യമായി റസൂലുള്ളാഹി ഇവിടെ പള്ളിയിൽ വാത് നടക്കുന്നുണ്ട്. ഉറൂസിന് 10 ദിവസം, അപ്പുറത്തെ ഉറൂസിന് 20 ദിവസം. ഒരു മാർച്ച് ഏപ്രിലായ പിന്നെ കാസർഗോഡ് ജില്ല നടക്കണ വാത് പോലൊരു വാത് മദീനയെ പോലും നടക്കണില്ല. കാരണം എല്ലാ മക്കാമുകളിലും ഉറൂസ് നടക്കുന്ന സമയത്താണ്. ഒരു മാർച്ച് ഏപ്രിൽ മെയ് അല്ലെ, കാസർഗോഡ് ജില്ലയിലെ പരിപാവനമായ എല്ലാ മക്കാമുകളിലും ഉറൂസ് നടക്കുന്ന ഒരു സമയം മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. അന്ന് നടക്കുന്നത് പോലെ ഒരു വഅദിന്റെ ഒരു തുടർച്ച ഒരിടത്തുണ്ടാവാറില്ല. അപ്പൊ കാസർഗോഡ് വഅദിന് കുഴപ്പമൊന്നുമില്ല, ഉപദേശങ്ങൾ കുഴപ്പമില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച ഖത്തീബുമാർ അവരുടെ ഉത്ബോധന പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തിയിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ആരാ ഇപ്പൊ ഞങ്ങൾ വഅദ് കേട്ടിട്ട് നിങ്ങളെ നന്നാക്കാൻ വരണത്? ആരാ? ഇതാ അഹ്യാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാന. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ കൊതിയായിട്ടിരിക്കുമ്പോ നടക്കാതെ വന്ന് പിന്നെ മദ്യം തലക്ക് പിടിക്കുമ്പോ ആ സമയത്താണ് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സഹോദരിയെ, ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങളുടെ കിടപ്പറയിൽ കിടത്തിയവരാണ് എന്ന് കിടത്തുക മാത്രമല്ല പരസ്യമായിട്ട് പ്രഘോഷണം ചെയ്ത ഒരു നൂറ്റാണ്ടിലെ കാട്ടാളന്മാരായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ആ പറഞ്ഞ ഒരു പദത്തിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ അത് പെങ്ങളാണോ, അമ്മയാണോ, ഉമ്മയാണോ, മക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അതാണ്.
ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അവിടെ തന്നെയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിൽ മുഴുവനും ഓരോ ദിവസവും പത്രം തുറക്കുമ്പോ കേൾക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ നടുങ്ങിത്തെറിച്ചു നിൽക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട 8 വയസ്സുകാരി പെണ്ണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ആത്മഹത്യ ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ആ കുട്ടിയെ പീഡിപ്പിച്ചത് മുത്തച്ഛനാണ്. മുത്തച്ഛനാരാ? മുത്തച്ഛൻ ചില്ലറക്കാരനല്ല, മൂപ്പര വലിയ ആവറുകളാണ്. അദ്ദേഹം സ്വന്തം മകളെയും ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ മകളുടെ 2 പെൺമക്കളെയും ക്രൂരമായി തന്റെ വീടിന്റെ ഉള്ളിൽ പീഡിപ്പിച്ചിരുന്ന ജരാനരകൾ ബാധിച്ച മുത്തച്ഛനെ അറസ്റ്റ് ചെയ്തു കേരള ലോകത്ത്. അത് കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുമ്പോ 6 മാസത്തിനിടയിൽ നൊന്ത് പ്രസവിച്ച 2 മക്കള് കയറിൽ കടന്ന് തൂങ്ങിയാടുന്നത് കണ്ട് ആ കുട്ടികളുടെ കാലിൽ പിടിച്ചു പൊട്ടിക്കരയുന്ന വാളയാറിലെ വീട്ടമ്മയുടെ ചരിത്രം പിന്നീട് നമ്മൾ കേട്ടു. അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് കേരളം ഞെട്ടിത്തെറിച്ചു നിന്ന 2 വാർത്തകൾ കേട്ടത്. ഒന്ന്, എറണാകുളം ജില്ലയിൽ 12 വയസ്സുകാരൻ അച്ഛനായി അത്രേ. അമ്മയുടെ വയസ്സോ 14 വയസ്സ്. എല്ലാവരും പറയുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അച്ഛൻ 12 വയസ്സുകാരനാൽ 14 വയസ്സുകാരും ഗർഭിണിയാവുകയും ആ പെണ്ണ് പ്രസവിക്കുകയും ചെയ്ത വാർത്ത കേട്ട് കേരളം മുഴുവനും പിതാവിന്റെ വയസ്സ് എത്രയാ? 12. പിതാവിന്റെ വയസ്സ് 12. മുത്തപ്പരി തോതാറായിട്ടില്ല, പാലവര തുടങ്ങാറായിട്ടില്ല. അതിനിപ്പുറം അവൻ ഫീലും ഫായിലും അഫൂലും ഒക്കെ കഴിഞ്ഞു. 12ാമത്തെ വയസ്സിൽ പാലവര പറഞ്ഞു കൊടുക്കാറായിട്ടില്ല. ആ സമയത്ത് മനസ്സിലാക്കണവർക്ക് മനസ്സിലായാൽ മതി. ആ രീതിയിൽ 12ാമത്തെ വയസ്സിൽ ഒരു കൊച്ചുകുട്ടി തന്റെ വീടിന്റെ ഉള്ളിൽ 14 വയസ്സുകാരിയുമായി ബന്ധത്തിലേർപ്പെട്ട് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുണ്ടായി എന്ന വാർത്ത കേട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ കഴിഞ്ഞ ദിവസം നാം പത്രത്തിലൂടെ വന്നത്, ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ മാത്രമാണ് നാട്ടിലുള്ളത്. ആ ഭാര്യ ഗർഭിണിയായി. പരപുരുഷന്റെ സ്പർശനം ഇതേവരെ ഏറ്റിട്ടില്ലാത്തൊരു പാവപ്പെട്ട പെണ്ണ്, അവള് ഗർഭിണിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോ ആ പെണ്ണിനെ നാട്ടുകാര് വിരലുകൂടി. ആ പെണ്ണ് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഭർത്താവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. അവസാനം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പിന്നാമ്പുറങ്ങളിലോട്ട് കടന്നുപോയപ്പോഴാണ് കേൾക്കുന്നത്, ആ പെണ്ണിനെ മയക്കുമരുന്ന് നൽകി ഒരു പാവപ്പെട്ട അമ്മയെ, ലഹരിക്കടിമയായ കഞ്ചാവിനടിമയായ 14 വയസ്സുകാരൻ രാത്രിയിൽ തന്നെ മാതാവ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ മാതാവിന്റെ ഭക്ഷണത്തിൽ ലഹരി മരുന്ന് കരുതി കൊടുത്ത് അവരെ മയക്കി കടത്തിയിട്ട് മാനഭംഗം ചെയ്ത് സ്വന്തം മകനാൽ 14 വയസ്സുള്ള മകനാൽ ഗർഭിണിയാക്കപ്പെടേണ്ട ഒരു മാതാവിന്റെ കഥ നമ്മൾ ഈ പരിസര പ്രദേശത്ത് നിന്ന് കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ചല്ല. 10 വയസ്സ് മുതൽ 12, 13, 14 വയസ്സുള്ള നമ്മുടെ കുട്ടികളെ ലഹരി മുഴുവനും പിടിച്ചു വലയിലാക്കി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീതിതമായ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെയാണ് എന്റെ വിഷയം. ഞാൻ പത്രവാർത്ത പ്രസംഗിക്കാൻ വന്നതല്ല. ഇങ്ങനെ കുറെ നാളുകളായി മുത്തച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന കൊച്ചുമകൾ, വീടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് വേശ്യാലയത്തിലല്ല, ബസ് സ്റ്റാൻഡുകളിലല്ല, അവരവരുടെ വീടുകളുടെ ഉള്ളിലാണ് പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്തത് എന്ന് വരുമ്പോ ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ വാർത്ത വായിച്ചിട്ട് കീറിക്കളഞ്ഞു എന്നതിനപ്പുറം നാം എന്ത് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ ഭരണകൂടം എന്ന് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ പോലീസ് എന്ത് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് എന്ത് മുൻകരുതലാണ് ചെയ്യുന്നത്?